ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. അതിൻ്റെ 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിലും കൂടെ വായിക്കുമ്പോൾ, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് ഞാൻ വായിക്കുന്നുണ്ട്. ഒരു ശിമിയോൻ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുമെന്ന് വാഗ്ദത്തം ലഭിച്ചതനുസരിച്ച് വിശ്വസിച്ച് കാത്തിരുന്നു. കൂടെ ഹന്നായും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ ആരാധിച്ചു പോന്നുകൊണ്ടിരുന്ന ഒരു ദൈവദാസിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേട്ടവരും കേട്ടതിനനുസരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരായ നാം പലപ്പോഴും നിരാശരല്ലേ, പെറുകൂർക്കുന്നുണ്ടോ, അവലാതി പറയുന്നുണ്ടോ എന്നറിയില്ല. നല്ല ഒരു കല്യാണം കഴിഞ്ഞു, തലമുറയ്ക്ക് വേണ്ടി 1 വർഷം, 2 വർഷം, 3 വർഷം, പിന്നീടിപ്പോൾ 14, 15 അല്ലെങ്കിൽ 5, 6 ഒക്കെ വർഷങ്ങളായി കാണും. എന്നാൽ ഒരു വിടുതലില്ല എന്നതിൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ അനവധി വാഗ്ദത്തങ്ങൾ കേട്ടവർ ഭാരപ്പെടുന്നവരുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ശിമിയോൻ ദൈവത്തിൻ്റെ മഹത്വം കാണും, അത് തൻ്റെ കൈകളിൽ എത്തും, താനതിനെ കണ്ടിട്ട് ശേഷമേ മരണം കാണുകയുള്ളൂ എന്നാണല്ലോ ദൈവത്തിൻ്റെ ആലോചന. ഇതുപോലെ കാത്തിരുന്നു. കൂടെയുണ്ടായിരുന്ന ആ സഹോദരിയും പ്രായാധിക്യത്തിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തെ ആരാധിച്ച് കാത്തിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും യേശു കർത്താവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വാഗ്ദത്ത കേട്ടിട്ടുള്ള ദൈവദാസിമാരോടും ദൈവദാസന്മാരോടും മക്കളുമാരോടും യുവതീയുവാക്കന്മാരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങൾ കേട്ട വാഗ്ദത്തം എന്താണോ അത് നിറവേറുക തന്നെ ചെയ്യും. 2026 ആണ്ടിൻ്റെ 6-ാം മാസത്തിലും വിടുതലിൻ്റെ മാസമാണ്. ഈ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയാണ്. ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഉദ്ധരിക്കും, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ധാരണങ്ങളെ തന്ന് മാനിപ്പാൻ ശക്തനാണ്. ശിമിയോനും ഹന്നായും ആ നാളിൽ അടുത്ത് ചെന്ന് കർത്താവിനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ചെവി കൊണ്ട് കേട്ട വാഗ്ദത്തം കണ്ണുകൊണ്ട് കാണും, കൈകൾ കൊണ്ട് വാങ്ങിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം നിൻ്റെ ജനത്തിന് അനുഗ്രഹിച്ച് നൽകിയതിനായിട്ട് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.